അല്ലല്ലേ, ഇതിപ്പോ ഞങ്ങളാണോ തൊള്ള ഉറക്കുന്നത്? നിങ്ങളല്ലേ പെണ്ണുമ്പളെ കിടന്ന് തൊള്ള ഉറക്കുന്നത്? അല്ലല്ലേ ഞാൻ എന്തെങ്കിലും പറയുന്ന നിങ്ങൾക്ക്? മെസ്സി വരുവോ? എന്റെ പേനയാ ഇത്. മഷി വരുമല്ലോ എന്നുള്ള കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. മഷി അല്ല, മെസ്സി മെസ്സി. അയ്യോ, മെസ്സി വരുമോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ പ്രസിഡന്റ് വരുമ്പോ പ്രസിഡന്റിനോട് ചോദിക്ക്. ഞാൻ വെറും പ്രതിപക്ഷമാണ്. ഹലോ, അയ്യോ അതിലേ വരല്ല. അതിലേ വന്ന ബ്ലോക്ക് ആകും. ആൾക്കാരെല്ലാം നിങ്ങളെ കാണും. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പുറത്തല്ല, റൈറ്റിലൂടെയുള്ള റോഡിൽ കയറുക. എന്നിട്ട് റബ്ബർ നോട്ടത്തിനടക്കൂടെ ഒരു ചെറിയ റോഡ് കിടപ്പുണ്ട്, ആ റോഡ് വരിക. എന്നിട്ടൊരു ആച്ചാലുണ്ടാവും. ആച്ചാൽ ചാടി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന് നേരെ പുറകിലത്തെ റോട്ടിലെത്തും. അതുവഴിയാ വരാവുള്ളേ. ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കരുത്. വേഗം ആകട്ടോ. അതിനിവിടെ ആരും എഴുന്നേറ്റില്ല. ആരും എഴുന്നേക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ഇരുന്നോളാൻ. പ്രസിഡന്റ് എന്ത് പരിപാടിയായി കാണിച്ചത്? എന്താണ്? നമ്മൾ ഈ മെസ്സി വരുന്ന കാര്യത്തിൽ നമ്മൾ ഈ മെമ്പർമാരെ എല്ലാം വിളിച്ച് കൂട്ടിയിട്ട് ഈ പ്രസിഡന്റ് ഇപ്പോഴാണോ വരുന്നത്? 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാണ് പ്രതിപക്ഷം. എന്നിട്ട് എന്ത് പറ്റി? നിങ്ങളെ വാർഡിലെ ഒരു പട്ടി എന്നെ കടിക്കാനിട്ട് ഓടിച്ചു. എന്നിട്ട് ഞാനൊരു കല്ലെടുത്തു ഒറ്റ എറിഞ്ഞു. എന്റെ വാർഡിലെ പട്ടിയെ നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞോ? പിന്നെ കല്ലെടുത്തെറിയാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പ്രസിഡന്റ്, എന്റെ വാർഡിലെ ഒരു ജീവിയെയും ഞാൻ ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല, അറിയാവോ? ഹലോ, നിങ്ങളുടെ ഭർത്താവ് ശശി നിങ്ങളുടെ വാർഡിലെ മെമ്പർ അല്ലേ? മെസ്സി വരുന്ന നല്ലൊരു ദിവസമാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. മെസ്സി ഇന്ന് വരുമോ? നാളെ ഉദ്ഘാടന സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? മെസ്സിക്ക് എന്ത് ഭക്ഷണം കൊടുക്കാം? ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് നമുക്ക്. അതിനു മുമ്പ് വേറൊരു ചർച്ചയുണ്ട്. എന്തോ ചർച്ച? മെസ്സി വരുന്നതിന് ഞാൻ മെസ്സിനെ കാണാൻ പോകാൻ കുറച്ച് കാശ് ചെലവാക്കിയായിരുന്നു. അത് ഈ പഞ്ചായത്തിൽ നിന്ന് ആര് തരും? എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഒറ്റ ഫോൺ കോളിൽ അങ്ങ് ബുക്ക് ചെയ്താൽ പോരായിരുന്ന? ഒറ്റ ഫോൺ കോളിൽ ബുക്ക് ചെയ്യാൻ ബിജുക്കുട്ടന്റെ മെഗാ ഷോ അല്ല. മെസ്സിയാണ് മെസ്സി. പിന്നെ നിങ്ങൾ എന്തോ ചെയ്ത്? അർജന്റീന പോയി. ഞാൻ എവിടെ? അർജന്റീന ഞാൻ പോയി. കള്ളക്കളം വാങ്ങിച്ചാ ഞാൻ പോയത്. മനസ്സിലായോ? അർജന്റീന ഞാൻ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ വീട്ടിൽ പറഞ്ഞു ഇപ്പൊ ഇവിടെ അല്ല താമസം, മെസ്സി അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അമേരിക്ക അർജന്റീനയുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പൊ ഞാൻ നേരെ അമേരിക്ക പോയി. അമേരിക്ക അവരുടെ വീടിന് വാതിക്കെ ചെന്നു. ഞാൻ കോളിമേലടിച്ചു. സൂര്യപ്രഭ പോലെ അവരുടെ ഭാര്യ ഇറങ്ങി വന്നു കേട്ടോ. കാണാൻ എന്ത് ചന്തമെന്നറിയോ? മറ്റേ നാടോടിക്കാട്ടിലെ ശ്രീനിവാസ സീമയെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരുന്നു പോയി. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിനെ ഒന്ന് കാണണം. ഇപ്പം കൊച്ചുവായിട്ട് ക്ലബിലോട്ട് പോയതുള്ളൂ ഫുട്ബോൾ കളിക്കാൻ. മെസ്സി, നിങ്ങൾക്ക് എന്താ സംശയം? മെസ്സിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യൻ അവസാനം ഞാൻ ക്ലബിൽ ചെന്നു. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് മെസ്സിനെ ഒന്ന് കാണാൻ. ഞാൻ കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുവായിട്ട് ഫുട്ബോൾ കളിക്കാൻ ചെന്ന മെസ്സി ലാസ്റ്റ് ഗോൾ അടിച്ചിട്ട് ഇപ്പൊ പോയുള്ളെന്ന് അപ്പുറത്തെ അവരുടെ കൂട്ടുകാർ പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ ഓടിച്ചിട്ട് മെസ്സിനെ കണ്ടുപിടിച്ച് ആ കൊച്ചിനൊരു മുട്ടായും ഒരു ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സോപ്പിട്ട് മെസ്സിയോട് കാര്യം പറഞ്ഞ് ഇവിടെ വരാന്ന് പറഞ്ഞതായിരുന്നേ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, മെസ്സി വരുവോ? മെസ്സി വരുത്തില്ല. മെസ്സി വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മെസ്സി വരാൻ നിനക്ക് വാക്ക് തന്നാ. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ സാറേ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് അമേരിക്കയുടെ ക്ലബിന്റെ ഒരു കളിയുണ്ട്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആരെങ്കിലും അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മെമ്പർമാരെ, നമ്മുടെ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ മെസ്സിയും വരുന്നില്ല, ആരും വരുന്നില്ല. ഈ പ്രസിഡന്റിന്റെ പിടിപ്പേടാ അതിന് കാരണം. ഒരു പിടിപ്പേടുമല്ല, ഞാൻ വെറുതെ ഇരിക്കുവോ? ഞാൻ നേരെ വിളിച്ചു മെസ്സിനെ. ഹലോ, നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിൽ ഈ ആൾക്കാരൊക്കെ ഇളക്കിയത്. നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ നാറിയിരിക്കുക. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ചേട്ടൻ വിഷമിക്കണ്ട, എനിക്ക് പകരം എന്റെ ശിഷ്യനെ ഞാൻ അവിടെ കൊണ്ടുവരും. ഒരു ശിഷ്യനെ ഞാൻ അവിടെ വിട്ടേക്കാന്ന് പറഞ്ഞു. എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അനന്തരവന്റെ കൂട്ടുകാരനാണ്, മലയാളിയാണ്, പക്ഷെ ഇപ്പൊ ബോംബെയിലാണ്. മെസ്സിയുടെ അരുമ ശിഷ്യനാണ് ജുംജിത് ഖാൻ. ജുംജിത് ഖാൻ പ്രസിഡന്റ് ഇല്ലേ? അതെ അതെ, ഞാനാണ് പ്രസിഡന്റ്. പേരെന്തുവായിരുന്നു? സന്തോഷം. സന്തോഷം, വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. സന്തോഷം. പേരെന്തുവായിരുന്നു? സന്തോഷം. സന്തോഷം, അതിപ്പോ എല്ലാവർക്കും സന്തോഷം, സങ്കടം വരാതിരിക്കട്ടെ. സന്തോഷം. പേരെന്തുവായിരുന്നു? പേര് സന്തോഷ് എം. സന്തോഷ് എം. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രാസ കോമഡി ഞാൻ അടിക്കും. ഞാൻ അങ്ങനെ തുരത്തരാ. ഞാൻ വന്നേ. ആ നിൽക്കുന്നത് പ്രതിപക്ഷമാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മെസ്സിയുടെ ശിഷ്യനാന്നാ പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു അവ ഇതൊന്നും പറഞ്ഞില്ല. ഒന്നും പറയരുത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അത് ശരിയാക്കാം. നിങ്ങൾ മെസ്സിയുടെ ശിഷ്യനാണ്, അടിപൊളി കളിക്കാരനാണ്, ഭയങ്കര ഹൈപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ വിഷയമൊന്നുമില്ല, നമുക്കറിയാലോ കാര്യങ്ങൾ. ബോളിനെ കുറിച്ച് വല്ല അറിയാവോ? എനിക്ക് ഇത്ര വലിയ ബോളിനെ കുറിച്ച് അറിഞ്ഞൂടാ. പിന്നെ ഈ ചെറിയ ബോളിന്റെ കേസൊക്കെ അതൊക്കെ അറിയാം. ക്രിക്കറ്റാ ഉദ്ദേശിച്ചത്? അല്ലല്ല, പിന്നെ ഈ പാനിപ്പൂരിയുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോളില്ലേ? പാനിപ്പൂരി
ഞാൻ ബോംബെയിൽ പാനിപൂരി കച്ചവടമാണ്. എന്റെ ദൈവം. അപ്പോഴാണ് സാറിന്റെ അനന്തരവൻ മറ്റേ സുഭാഷ് രാമനാട്ടുകരയില്ലേ, അവരാണ് എന്നോട് പിടിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, ഇങ്ങനെ വർക്ക് കൊണ്ട് പോകാൻ ചോദിച്ചു. അവൻ പറഞ്ഞു പൈസ ഇപ്പോഴും ചോദിക്കില്ലേ, തരത്തിലെന്ന് വേറെ പറഞ്ഞാൽ വേറെ കേസേ. എന്നിട്ട് അങ്ങനെ അവന്റെ കെയർ ഓഫിലാണ് ഞാൻ വന്നത്. പാനിപൂരിയുടെ കാര്യമൊന്നും ഇവിടെ മിണ്ടിപ്പോകും. ഇല്ല ഞാൻ മിണ്ടത്തില്ല. ഇവിടെ മെസ്സിയുടെ ശിഷ്യം അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയും ഞാൻ പറയുന്നു. ഈ സംരംഭം വിജയിച്ചാൽ ഒരു ജോലി ഞാൻ ഇവിടെ തരും, പിന്നെ തിരിച്ചു ബോംബെക്ക് പോകേണ്ട കാര്യമില്ല. ജോലി സെറ്റ് തരുമോ? എന്താ ജോലി? ഈ താലൂക്ക് ഓഫീസിലെ ഇങ്ങോട്ട് നോക്കി ആംബുലൻസ്. താലൂക്ക് ഓഫീസിലാണോ ആശുപത്രിയിലാണോ? താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഓടിക്കുന്ന ഒരു ജോലി. അയ്യോ നടക്കത്തില്ല. ഈ 108 ആംബുലൻസ് ഞാൻ എങ്ങനെ ഓടിക്കും? ഓരോ ആംബുലൻസ് ഞാൻ ഓടിക്കാം, ബാക്കി 107 ആരേലും നശിപ്പിക്കരുത്. എന്ത് വേണമെങ്കിലും തരാം. ആണോ? അവിടെ എനിക്കൊന്ന് കയറ്റി വെക്കണം, അത് പ്രതിപക്ഷം. ഹലോ, ചേരാത്ത വിഗുച്ച മാഡം, പേരെന്തായിരുന്നു? ലില്ലി പൂത്തോട്ട. ലില്ലി പൂത്തോട്ടെ, കായ്ച്ചോട്ടെ. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ പറയത്തുള്ളെങ്കിൽ പിന്നെ അത് പോയി അങ്ങനെ ഒരു കാര്യമൊക്കെ. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്, എന്റെ പേര് ലില്ലി, സ്ഥലം പൂത്തോട്ട, അങ്ങനെ പറഞ്ഞതാ. ഇവിടെ തൊട്ടടുത്താ ഞാൻ വന്നതാണ്. അതെ 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 അതെ. അപ്പൊ മെസ്സിയായിട്ടൊക്കെ നല്ല അടുത്ത പരിചയം കാണുമല്ലോ. കൊള്ളാം. മെസ്സി എന്ന് പറഞ്ഞ എന്റെ ആശാനല്ലേ? ആണോ? പിന്നെ പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ആ പുള്ളിയുടെ ആശാൻ ഞാനാന്ന് പറയും. അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് കോശം അങ്ങനത്തെ ഒരുത്തനാ ഞാനേ. അതപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മെസ്സിയായിട്ട് നല്ല അടുത്ത ബന്ധമാണോ? മെസ്സിയായിട്ട് ബന്ധമാണോ അറിയാമോ എന്നൊക്കെ ചോദിച്ചത് എന്തോ പറയും. മെസ്സി ആരാന്നറിയാമോ? ആരാ? എന്റെ അമ്മയായിരുന്നു മെസ്സി, എന്റെ പെങ്ങളായിരുന്നു മെസ്സി, ഞങ്ങളുടെ അയലത്ത് വാടകയ്ക്കുന്ന ചേച്ചിയായിരുന്നു മെസ്സി, എന്റെ കുഞ്ഞമ്മയായിരുന്നു മെസ്സി. അല്ലല്ലേ, ഇത് ഏതൊരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറഞ്ഞതല്ലേ? അടിച്ചെടുത്തപ്പോഴത്തേനും ഇതാ ഞാൻ മെസ്സിയോട് ഞാൻ പറയും, ആചാരം ഇതൊക്കെ പറയിപ്പിക്കല്ലേ, വല്ലൊരു അടിച്ചെടുക്കുന്നു. ഞാനേ അതൊക്കെ പോട്ടെ. എനിക്ക് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം അർജന്റീനയുടെ കളിയാണ് കേട്ടോ. ഓ ശരി. ഞാനും ഈ അർജന്റീനയുടെ ഫാനാണ് ഞാൻ. ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ ടിവിയിൽ കളിയല്ലേ അവിടെ ഉണ്ടെങ്കിൽ അർജന്റീനയുടെ കളി മാത്രമേ ഞാൻ കാണത്തുള്ളൂ. അതെന്താ? അതാകുമ്പോ ഈ അർജന്റീനയുടെ കളി വരുമ്പോഴാണ് ഈ ഗാലറി നല്ല പൊമ്പിള്ളാർ വന്നിരിക്കും. അതല്ല, ഞാനേ അർജന്റീനയുടെ കളി നടക്കുന്നതിന് അന്ന് മുഴുവനും ഞാനെന്റെ എല്ലാ പെൺകുട്ടികളും എന്റെ എല്ലാ കൂട്ടുകാരേക്കും ഞാൻ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് ആ ബോംബെയിൽ ഇപ്പോഴും കേസ് കിടക്കണം എന്റെ പേര്. എന്ത് കേസ്? അതായത് ഞാൻ ഈ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ് ഒരു പെൺകൊച്ചിന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, വിഷയമായി. എന്ത്? ഈ വാമോസ് അർജന്റീനയ്ക്ക് പകരം സ്പെല്ലിംഗ് തെറ്റിയിട്ട് വാമോളൂസേ അർജന്റ എന്നായിപ്പോയി. കലിപ്പായി കേസ് കിടക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ പാനിപ്പൂരിയുടെ കാര്യം അതല്ല, ഓരോരോ തമാശകൾ പുള്ളി അനുഭവങ്ങളാണല്ലോ പറയുന്നത്. ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ. ഫുട്ബോളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടിട്ട് കാറ്റൊക്കെ വീർപ്പിക്കുന്ന ഒരു സാധനമാണ് ഫുട്ബോൾ. അതായത് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എനിക്ക് കേരളത്തിൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ആണ് ഉള്ളത്, ബാക്കിയെല്ലാം അവിടെ ആണല്ലോ. അങ്ങനത്തെ ഒരുത്തനാ ഞാൻ. അപ്പൊ ഈ കേരളത്തിൽ ഷൈജു ദാമോദറിനെ അറിയോ? അങ്ങനെ തറപ്പിച്ച് ചോദിച്ചൊന്നും അറിയത്തില്ല. പറഞ്ഞു. ഈ ഷൈജു ദാമോദർ അദ്ദേഹം ഞാനോട്ട് അടുത്ത ബന്ധമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലാണ് പുള്ളി ആ ജോമെട്രി ബോക്സ് നമുക്ക് കയറത്ത് പോലും ഉള്ളൂ. ജോമെട്രി ബോക്സാ? മറ്റേ ഇത് പറയുമ്പോ എങ്ങനെ കമന്റ് ബോക്സ് അങ്ങനത്തെ കമന്റ് മറ്റേ പറയുന്ന ബോക്സ്. അല്ല ഞാൻ നിങ്ങള് ശരിക്കും എവിടെന്നാ വരുന്നത്? അതാദ്യം പറഞ്ഞു. ഞാൻ ബോംബെ നിന്നാണ്. എന്റെ അമ്മ സത്യം, എന്റെ ഈ ചേരാത്ത വികാണ സത്യം, ഞാൻ ബോംബെ നിന്ന് വരുവാണ്. ഞാൻ പറയുന്നത് ഇത് ആരാന്നും പറഞ്ഞ ഫുട്ബോൾ മാന്ത്രികനാണ്. ഫുട്ബോൾ മാന്ത്രികൻ മനസ്സിലായോ? ഞാൻ ഭയങ്കര സംഭവങ്ങൾ ഞാൻ കാണിക്കുന്നത് ഞാൻ. പിന്നെ സത്യം പറഞ്ഞ ഞാൻ നമ്മൾ ഈ നഖച്ചുറ്റ് വരത്തില്ലേ, കുഴിനോക്കം വരുമ്പോ നാരങ്ങ ഇങ്ങനെ കയറ്റി കിടത്തില്ലേ, അതുപോലെ ഫുട്ബോൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമല്ലോ ഞാൻ. എന്നിട്ട് ഈ ഇവിടെ ഇത് വെച്ചിട്ടാ ഞാൻ ബനിയൻ ഇടുന്നത്. ഫുട്ബോൾ പോകാതെ ഞാൻ ബനിയൻ ഊരും, പിന്നെ ഇങ്ങനെ ഇടും. അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കും. പിന്നെ വേറെ ഉഗ്ര ഒരു സാധനം ഞാൻ കാണിക്കും കേട്ടോ. അത് സത്യം പറഞ്ഞ അങ്ങനെ ആരും കാണിക്കാത്ത ഇങ്ങനെ നടക്കും ഞാൻ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുള്ളിയുടെ കയ്യില്. അല്ല അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഫുട്ബോൾ കാലുകൊണ്ട് തൊടാറില്ലേ? അങ്ങനെ ചെയ്തോളൂ നമ്മള്. കാരണം വെച്ചാൽ എന്റെ ആശാൻ മെസ്സി ഒപ്പിട്ട് തന്ന ഫുട്ബോളാണ് ഇത്. വല്ല കണ്ടെത്തിയിട്ട് എവിടെ കഴിഞ്ഞാൽ ഈ ഒപ്പ് മാഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യത്തില്ല. അല്ല ഞാൻ ശരിക്കും ഫുട്ബോൾ മെസ്സിയുടെ കൂട്ടുകാരൻ തന്നെയാണോ അത്? നിങ്ങൾ എവിടെന്നാ വരുന്നത് അത് പറ. ഞാൻ ബോംബെ നിന്നാണ്. എന്റെ അമ്മ ബോംബെ നിന്നാണ് വരുന്നത്. ബോംബെ പോയിട്ടുണ്ടോ? ബോംബെ പോയിട്ടില്ല. ഭാഗ്യം. അല്ല പിന്നെ ഞാൻ അതേ കയറി നിങ്ങൾ ചുമ്മാ ഈ ബോംബെ അതൊക്കെ വിട്. നമ്മുടെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ പറ. പുള്ളിയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറ. വീട്ടിലിപ്പോ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ? അതൊക്കെ ഒരു കഥയാണ് ചേട്ടാ. പറഞ്ഞു. അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ
എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ കാൽ ചൂട്ടിൽ ഒരു പന്തായിരുന്നു. അമ്മച്ചി എപ്പോഴും അച്ഛൻ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ തട്ടി കളിക്കുമായിരുന്നു. അങ്ങനെ തട്ടി കളിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ. ഒരു ദിവസം ഒരു പാതിരാത്രി സമയത്ത് അപ്പുറത്തെ ശ്രീദേവി ചേച്ചിയായിട്ട് ഞങ്ങളുടെ അച്ഛനെ പിടിച്ചു. അന്ന് ഞങ്ങളുടെ അമ്മച്ചി ഒരൊറ്റ പെനാൽറ്റി കിക്ക്. അതിനുശേഷം അച്ഛൻ തന്തനാനോ തന്താനോ. അല്ല അച്ഛന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. അല്ല ഇപ്പൊ പാടിയ തന്താനോ തന്തനോ ഇല്ല. അല്ല ശരിക്കും നിങ്ങൾ ഗോൾ അടിച്ചിട്ടുണ്ടോ? ഗോൾ അടിച്ചോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഗോൾ അടിച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ഗോൾ അടിക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നും പറയാം, നമ്മുടെ ടീമിൽ നിൽക്കുന്നവന്മാർക്ക് എന്നെ കുശുമ്പ്. നമ്മൾ ഒരു ഗോൾ അടിച്ചാൽ പിന്നെ അടുപ്പിക്കില്ല. കാരണം ഇപ്പൊ ഒരു ഗോൾ ഞാൻ അടിച്ചിട്ട് ഇവന്മാരെല്ലാം കൂടി ഓടി വന്ന് എന്റെ മുതുകത്ത് കയറിയെന്ന്. പിന്നെ എന്നെ കാമത്ത് ഞാൻ മുട്ടടിച്ച് വീണ് എന്റെ ഡിസ്കും പ്രശ്നമായി. അപ്പുറത്തെ ടീമുകാരാണെങ്കിൽ പറയാൻ വൈരാഗ്യം കൊണ്ടുവന്നു. ഈ സ്വന്തം ടീമിലുള്ളവന്മാർ നമ്മുടെ മുതുകത്ത് കയറുന്ന കാര്യമാണ്. ഞാൻ അതിൽ പിന്നെ ഞാൻ